ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 2 ദിവസമായിട്ടോ ഞാൻ വയനാട്ടിൽ വന്നിട്ട്. ഇന്ന് 3-ാമത്തെ ഡേ ആണ്. അങ്ങനെ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നല്ല മഴ കേട്ടോ. 2 ദിവസമായിട്ട് നന്നായിട്ട് മഴയായിരുന്നു. ഇന്നിപ്പോൾ മഴയൊക്കെ കുറവുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ മക്കളെയൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കിയതാണ്. അവർക്ക് കളിക്കാൻ ഇറങ്ങിയാൽ പിന്നെ അവർ ഇറങ്ങൂല എന്നല്ല, കയറില്ല. അങ്ങനെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിരിക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴക്കാറ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴ വരുന്നുണ്ട്, പക്ഷേ നല്ല വെയിലിന് നല്ല ചൂടുമുണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടെ. ഇങ്ങനെ ഇവർക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് ഇവർ ഇറങ്ങിയത്. അപ്പം ഏകദേശം കുറച്ച് ഫില്ലായാൽ പിന്നെ കുറേ കഴിഞ്ഞാൽ അവർ വിശന്ന് കഴിഞ്ഞാലാണ് അവർ വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ഇങ്ങനെ കഴിപ്പിക്കുമ്പോൾ അവർ തുപ്പിക്കളയൊക്കെ ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അവർക്ക് വിശക്കട്ടെ കുറച്ച്. അപ്പം അവർ കളിയൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നോക്കി നിന്നതാട്ടോ. അവിടെയൊക്കെ കുറേ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ച്. പിന്നെയെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അവർ മുകളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, അപ്പോൾ അവിടേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും കുളിക്കാനൊക്കെ ടൈമായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് കയറാമെന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് പൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലെത്തി. അങ്ങനെ മുകളിലെത്തിയിട്ട് പൂളിലൊക്കെ ഇറങ്ങി. മോൾക്ക് നല്ല പേടി വരുന്നുണ്ട് കേട്ടോ. മോൾക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം പേടിയൊക്കെ വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. അങ്ങനെ കുറേ കളിച്ച് കഴിഞ്ഞ് പിന്നെ മോന് ഡ്രസ്സൊക്കെ ഊരി കളയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം വല്ലാണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നിട്ട്, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോസൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെയെന്ന് വെച്ചാൽ അവരൊക്കെ ഉറക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളി ഉറക്കം ഒക്കെ കഴിഞ്ഞേരാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കിയത്. ഫുഡിന് നല്ല ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പപ്പടം, അതൊക്കെ തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇവരിവിടെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല മഴക്കാറുണ്ട് പുറത്ത്. എന്നാലും വേണ്ടിയിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വരാം. കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. മോന് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. എവിടുന്നോ ഫോണിൽ നിന്ന് കണ്ടിട്ട് അവന് അത് പിന്നെ കിട്ടിയേ തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കയ്യിലിപ്പോൾ ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് പിന്നെ പുറത്ത് പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൽപ്പറ്റ ടൗണിലേക്കാണ് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയപ്പം മക്കൾക്ക് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എത്തിയ പാടെ തന്നെ നല്ല മഴ പെയ്തു, നല്ല ഉഗ്രമഴ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. മൂക്ക് അല്ലാത്തന്നെങ്കിൽ ജലദോഷം ഉണ്ട്. അപ്പം അതൊന്നും അധികം ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നോക്കി കറങ്ങി തിരിഞ്ഞ് അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു. അത് അവനെ ഓർമ്മയുണ്ട്, അത് വാങ്ങിക്കാനാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഈവനിങ് ആയപ്പം കുറച്ച് പൊരികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒരടയും പിന്നെ ഉള്ളിവടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് മക്കളെ ഐസൊക്കെ താഴെട്ടിട്ട് അവർ ഇതെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ കഴിക്കില്ലെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ സൈഡാക്കി, ഒരു പള്ളീൻ്റെ അടുത്തായിരുന്നു സൈഡാക്കി. അങ്ങനെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ അവിടെ മേലോട്ടൊക്കെ കുറേ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അതൊക്കെ നോക്കി നിന്ന് അവരെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മെമ്മറി കാർഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു. എൻ്റെ ഫോണിന് മെമ്മറി കുറവായതുകൊണ്ട് മെമ്മറി കാർഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ നല്ല പണി കിട്ടി. ഫോണിൻ്റെ ബാക്കത്തെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിരുന്നു. അപ്പം അത് അടിച്ചു പോകുമെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ ആയാലും അപ്പം അതൊക്കെ ഒന്ന് അവിടെ കൊണ്ടുപോയിട്ടൊന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ നമുക്ക് അവിടെ അവരെടുത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് അത് സർവീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അവർ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരെടുത്ത് തന്നെ നമുക്ക് എല്ലാം അറിയുകയും ചെയ്യാമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഗ്ലാസ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു. അതൊക്കെ മെമ്മറി കാർഡൊക്കെ ഇട്ടു. ഫോണൊക്കെ റെഡിയാക്കി ഞങ്ങളിതാ തിരിച്ച്
അവിടേക്ക് തന്നെ എത്തിയിട്ടോ, റിസോർട്ടിൽ അങ്ങനെ എത്തി. അവിടുന്ന് ഇതാ പിന്നെയും വീണ്ടും ഇവർ ഇങ്ങോട്ട് തന്നെ വരുന്നത്, ഇവർ കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ഫുള്ള് വെള്ളമായി കിടക്കുന്നുണ്ട്. അങ്ങനെ